ഹേ ഡാർലിങ്സ്, അപ്പോൾ വീണ്ടും ഞാൻ എൻ്റെ വേറൊരു സുഹൃത്തുമായിട്ടുള്ളൊരു ഡേറ്റ് വ്ലോഗായിട്ടാണ് വന്നിരിക്കുന്നത്. ആൻഡ് ദിസ് ഇസ് മൈ ഡിയറസ്റ്റ് ഫ്രണ്ട് ആൻഡ് മൈ ഡാൻസ് പാർട്ട്ണർ ലിയ. ഞങ്ങളിപ്പോൾ ഇരിക്കുന്നത് പിസ്സ ഇറ്റാലിയാന എന്ന് പറയുന്ന ഈ സ്പേസിലാണ്. ആൻഡ് ദിസ് ഇസ് അറ്റ് ഫോർട്ട് കൊച്ചി. അപ്പോൾ ഫോർട്ട് കൊച്ചിയിൽ ഞാൻ ഇതിന് മുമ്പ് ഒരുപാട് തവണ പോയിട്ടുണ്ട്. ഞാൻ കൊച്ചിയിൽ മുഴുവൻ ഒരുപാട് തവണ ഇതിന് മുമ്പ് പോയിട്ടുണ്ട്. പക്ഷേ ഈ ലിയമോള് വന്ന ദിവസമായിരുന്നു എൻ്റെ കുറേ കാര്യങ്ങളിൽ ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസസ് ഉണ്ടായിരുന്നത്. How was the place, Leah? Good. Food. So good. How was the food? Not that good. നമ്മളിപ്പോൾ നടക്കുന്നതാണ് പീറ്റർസെല്ലി സ്ട്രീറ്റ്. അല്ല, പീറ്റർസെല്ലി പ്രിൻസസ് ആണോ? പീറ്റർസെല്ലി. എല്ലാവരും ഫോർട്ട് കൊച്ചിയിൽ കാണുന്ന സ്ഥിരം ഫോട്ടോഗ്രാഫിക് ആയിട്ടുള്ള സ്പോട്സാണിത്. ഫോർട്ട് കൊച്ചിയിലെ പോണ്ടിച്ചേരിയിലെത്തിയിരിക്കുകയാണ് നമ്മൾ. പോണ്ടി വൈബ്സ്. അതെ, പോണ്ടിയാണ് നമ്മളെല്ലാവരും കണക്ട് ചെയ്യുന്ന സ്ഥലം. അങ്ങനെ ഞങ്ങൾ ഫോർട്ട് കൊച്ചിയിലൂടെ ഇങ്ങനെ നടന്ന് എത്തിപ്പെട്ടിരിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് ഈ ചീനവല എക്സ്പ്ലോർ ചെയ്യാനാണ്. ഓക്കെ, എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസിൻ്റെ തുടക്കം ഇവിടെ നിന്നാണ്. ഞാനിങ്ങനെ ഇതിൻ്റെ അകത്തേക്ക് ആദ്യമായിട്ടാണ് കയറുന്നത്. ആ ചേട്ടൻ നമുക്ക് വളരെ വിശാലമായിട്ട് എന്താണ് ഏതാണിതെന്നൊക്കെ പറഞ്ഞു തന്നു. അതിനുശേഷം ഞങ്ങൾ പോയത് അവിടുന്ന് ഒരു ഓട്ടോ പിടിച്ചിട്ട് നേരെ നമ്മുടെ കുര്യച്ചൻ്റെ പള്ളിയിലേക്കാണ്. മട്ടാഞ്ചേരിയിലാണ് ഇതുള്ളത്. കുര്യച്ചൻ്റെ പള്ളിയിലും ഞാൻ മുമ്പ് പോയിട്ടുണ്ടെങ്കിലും ഇവിടുത്തെ നേർച്ച സദ്യ ഞാൻ കഴിക്കുന്നത് ആദ്യമായിട്ടായിരുന്നു. ആൻറ്റി മാലയൊക്കെ ഇടുന്നതും ആദ്യമായിട്ടായിരുന്നു. അപ്പുറത്തുനിന്ന് കഴിച്ച് ഇപ്പുറത്തേക്ക് വന്നതേ ഉള്ളൂ. എന്നാലും ഒരു നേർച്ചയൊക്കെ ആകുമ്പോൾ നമുക്കും അതിൻ്റെ ഭാഗമാവാമല്ലോ അല്ലേ? അങ്ങനെയല്ലേ? ഫ്രീ ഫുഡ് നമ്മൾ ഒരിക്കലും അത്രയൊക്കെ ചെയ്തുള്ളൂ എങ്കിൽ പോലും ഭയങ്കര ഫുള്ളായിട്ടുള്ളൊരു ഫീലിംഗ് എന്നാണ് ഞങ്ങൾ ഫോർട്ട് കൊച്ചിയിൽ നിന്നും പുറപ്പെടുന്നത്. ആൻഡ് ഞങ്ങൾ തിരിച്ചു പോരാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് ബോട്ടിനാണ്. ആൻഡ് ഞാൻ ഈ ബോട്ട് ജെട്ടിയിലെ ബോട്ടിൽ നിന്ന് കയറിയിട്ട് കുറേ കാലമായിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മുടെ മെട്രോ ഒക്കെ വന്നതുകൊണ്ട് കൂടുതൽ ആക്സസ് അതിലേക്കാണല്ലോ. ശേഷം ഞങ്ങൾ പോയിരിക്കുന്നത് എറണാകുളം മാർക്കറ്റിലാണ്. എന്തിനാണെന്നറിയോ? യെസ്, ലിയമോൾക്ക് വീട്ടിലേക്ക് കൊണ്ടുപോകാൻ കുറച്ച് ഉണക്കമീൻ വാങ്ങിക്കണമായിരുന്നു. ഉണക്ക ചെമ്മീനും പിന്നെ എന്തോ ഉണക്ക മാന്തയും അതും ഇതൊക്കെ വാങ്ങിച്ചതിന് ശേഷം ഞങ്ങൾ നമ്മുടെ പിള്ളേരെ ഒന്ന് ജസ്റ്റ് ഒന്ന് മീറ്റ് ചെയ്തിട്ട് ഓടിപ്പോവാമെന്ന് വിചാരിച്ചു. ബിക്കോസ് ഇന്ന് ലിയ തിരിച്ച് നാട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ പോകുന്ന വഴിക്ക് ലിയയ്ക്ക് വേറെയും ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഒരു സാരി എറണാകുളത്ത് നിന്ന് എടുക്കണമെന്ന് അമ്മ പറഞ്ഞു വിട്ടിട്ടുണ്ടായിരുന്നു. അതേ തുടർന്ന് ഞങ്ങൾ കാഞ്ചീപുരത്തിലാണ് ഈ നിൽക്കുന്നത്. പക്ഷേ നമുക്ക് വേണ്ടുന്ന ഒരു റേറ്റിലുള്ള കാര്യങ്ങളൊന്നും അല്ലെങ്കിൽ അത്ര ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സാധനങ്ങളൊന്നും അവിടെ നമുക്ക് കിട്ടിയില്ല. മേ ബി സ്റ്റോക്ക് ഔട്ട് ആയിരിക്കുന്ന സമയമായിരിക്കും. ആൻഡ് ദിസ് ഇസ് മൈ അമൽ. ആൻഡ് ഞങ്ങൾ തക്കാരത്തിൽ നിന്നും ലിയയ്ക്ക് വൈകിട്ടത്തേക്കുള്ള ചായയും കടിയും കൂടെ വാങ്ങിച്ചു കൊടുത്തതിന് ശേഷം അവളെ അന്ന് ബസ്സിൽ യാത്രയാക്കി തിരിച്ച് കോഴിക്കോടേക്ക്. ലാസ്റ്റ് മിനിറ്റ് ആയതുകൊണ്ട് ലാസ്റ്റ് സീറ്റേ കിട്ടിയുള്ളൂ. അപ്പോൾ ടാറ്റ ലിയ.